സീഡിറ്റ് പ്രത്യേകം തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഭൂരഹിതരെ കണ്ടെത്തിയത്. സംസ്ഥാനത്താകെ 2,43,928 ഭൂരഹിതരാണുള്ളത്. തിരുവനന്തപുരത്ത് 30,851 ഭൂരഹിതരാണുള്ളത്. മറ്റു ജില്ലകളിലെ കണക്ക് ഇപ്രകാരമാണ്. ഒരു ലക്ഷം പേർക്ക് നൽകാനാവശ്യമായ ഭൂമിയാണ് ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ആളുകൾക്കുമുള്ള ഭൂമി അതാത് ജില്ലകളിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. വാസയോഗ്യമായ ഭൂമി മാത്രമേ നൽകുകയുള്ളൂ എന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു. ഇന്ന ഭൂമിയെ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ അത്തരത്തിൽ ഭൂമി കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ വാസയോഗ്യമായ ഭൂമി കൊടുക്കണമെന്നുള്ളതാണ് ഞങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനം. അങ്ങനെ ആ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അങ്ങനെ ഏറ്റെടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പം തന്നെ 77,319 പ്ലോട്ടുകൾ ഞങ്ങൾ തിരിച്ചതിനെക്കുറിച്ച് പറഞ്ഞു. ചിലയിടങ്ങളിൽ ചില ആളുകൾ കോടതി പോയിട്ടുണ്ട്. കോടതിയിൽ നിന്ന് ചില ഇടങ്ങൾക്ക് സ്റ്റേ വന്നിട്ടുണ്ട്. അതൊക്കെ വെക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഭൂരഹിതരെ കണ്ടെത്തുന്നതിന് പ്രത്യേക മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അഗതികൾ, മാരകമായ രോഗങ്ങൾ പിടിപെട്ടവർ, 50%-ലധികം അംഗവൈകല്യമുള്ളവർ, വിധവകൾ എന്നിവർക്കാണ് മുൻഗണന. മീഡിയ 1 തിരുവനന്തപുരം.